2024 നീറ്റിലോട്ട് വന്നപ്പം ഇതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകളായിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണം കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് ചില ചാനലുകളിൽ വരുന്ന വളരെയധികം ഷോക്കിംഗ് ആയ രീതിയിലുള്ള ചില നിരീക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ അതിലോട്ട് വരുമ്പോൾ 2024 നീറ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം നമുക്ക് അറിയാലോ, വളരെ വലിയ രീതിയിലുള്ള കട്ട് ഓഫ് വളരെയധികം കൂടി, അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള റാങ്ക് ഇൻഫ്ലേഷൻ നമുക്ക് കാണാൻ സാധിച്ചു. പലരും അതിന്റെ റീസൺ ആയിട്ട് പറഞ്ഞത് ഇത്തവണ കോമ്പറ്റീഷൻ വല്ലാണ്ട് കൂടി എന്നുള്ളതാണ്. കാരണം കോച്ചിങ് സെന്റേഴ്സിന്റെ ഇടയിലുള്ള കടുത്ത മത്സരം, അതുമാത്രമല്ല കുട്ടികൾ നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി ഫൗണ്ടേഷൻ പോലുള്ള കോഴ്സുകൾ, അതുമാത്രമല്ല സിലബസ് റിഡക്ഷൻ വലിയൊരു കാരണമായി പലരും ചൂണ്ടിക്കാട്ടി. കാരണം കുറച്ച് ചാപ്റ്റേഴ്സ് കുറഞ്ഞു, അത് കാരണം മറ്റു ചാപ്റ്റേഴ്സുകളെല്ലാം നന്നായി പ്രിപ്പയർ ചെയ്യുവാൻ സമയം ലഭിച്ചു എന്നുള്ള രീതിയിലല്ല. അപ്പൊ ഇതൊക്കെയാണ് റാങ്ക് ഇൻഫ്ലേഷന് കാരണമായി പലരും പറഞ്ഞിരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പം ഇതാ നിങ്ങൾക്ക് മുന്നിൽ നമ്മൾ പറഞ്ഞ ആ ഒരു ഡാറ്റയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാനലുകളിൽ വന്ന ഈ ഒരു ഡാറ്റയാണ് നിങ്ങളിപ്പം കാണിക്കുന്നത്. അതിലോട്ട് നമ്മൾ ഇവിടെ 223 ഓരോ 620 തൊട്ട് 720 വരെ 223 2023 എങ്ങനെയാണ്, എത്രത്തോളം സ്റ്റുഡൻസ് ആ ഒരു റേഞ്ചിലുണ്ടായിരുന്നു, 2024 വന്നപ്പം എത്രത്തോളം സ്റ്റുഡൻസ് ആ റേഞ്ചിലുണ്ട്, എത്ര പെർസെൻറ്റേജ് ഇൻഫ്ലേഷൻ അതിനകത്ത് ചേഞ്ച് വന്നു എന്നൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിന് മനസ്സിലാവും 620 തൊട്ട് 720 വരെയുള്ള ആ ഒരു കാറ്റഗറിയിൽ, ആ ഒരു സ്ട്രാറ്റയിൽ വലിയ ഒരു ഇൻഫ്ലേഷനാണ് വന്നിരിക്കുന്നത്, 200% മുകളിൽ. അതുപോലെ അതിൻ്റെ ആ ഒരു റേഷ്യോ കമ്പാരിസണും നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ താഴത്തോട്ട് നോക്കൂ, 520 തൊട്ട് 620 വരെ അത്രയ്ക്കൊരു ഇൻഫ്ലേഷൻ അവിടെ കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ പഠനത്തിന്റെ ആ ഒരു ലെവൽ കൂടിയതാണെങ്കിൽ എല്ലാ സ്ട്രാറ്റയിലും ഇങ്ങനെ ആ ഒരു കോമ്പറ്റീഷനും അതുപോലെ റാങ്ക് ഇൻഫ്ലേഷനും ഒക്കെ കാണണ്ടേ? നമുക്കറിയാം 224 223 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തുണ്ട്, ആപ്ലിക്കേഷൻസിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. പക്ഷെ അത് മാത്രമല്ലല്ലോ, അങ്ങനെയാണെങ്കിലും എല്ലാ സ്ട്രാറ്റയിലും ഈ ഒരു ചേഞ്ച് കാണണ്ടേ? അപ്പൊ അവിടെ താഴത്തെ 300 തൊട്ട് 320 തൊട്ട് 420 വരെ നോക്കൂ, 223 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിയ ഒരു ഇൻഫ്ലേഷൻ ഇല്ല. ഇനി 420 520 ആണെങ്കിലും വലിയ ഇൻഫ്ലേഷൻ ഇല്ല. 520 620 വരുമ്പോൾ കുറച്ച് രീതി കൂടിയിട്ടുണ്ട് എന്നതിനപ്പുറം, എന്നാലും നമുക്ക് ഇറ്റ്സ് ഓക്കെ. പക്ഷേ 620 തൊട്ട് 720 നോക്കിയേ, എന്താണ് ആ ഒരു സ്ട്രാറ്റയിൽ മാത്രം ഇത്രയധികം ഇൻഫ്ലേഷൻ വരാനുള്ള കാരണം എന്തായിരിക്കും? എന്തായാലും ഇതിനകത്ത് നിങ്ങളുടെ ഒപ്പീനിയൻ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക, ഒരുപാട് ആളുകളിലോട്ട് എത്തിക്കുവാൻ അത് നമുക്ക് ഉപകരിക്കും. അപ്പം നീറ്റ് എഴുതിയ ഓരോ സ്റ്റുഡൻറ്റിനും ഇതിനകത്ത് നീതി വേണം. എന്തായാലും റീനീറ്റിലോട്ട് പോകുമോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം ഒരുപാട് സ്റ്റുഡൻസ് ആങ്ഷ്യസ് ആണ്. അതിനകത്ത് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഉറപ്പിലോട്ട് നമുക്ക് പറയാൻ സാധിക്കുക സുപ്രീം കോർട്ടിന്റെ വേർഡിക്റ്റ് ആയിരിക്കും. കോർട്ട് പറഞ്ഞാലാണ് ഇതിനകത്ത് റീനീറ്റ് കാര്യങ്ങളിലോട്ടൊക്കെ പോവുക. ബട്ട് എനിവേ ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതായിരിക്കും നല്ലത്. മേ ബി റീനീറ്റിലോട്ട് പോകാണ്ടിരിക്കാം. അതൊക്കെ നമ്മൾ പറഞ്ഞ ഒരു ഫൈനൽ വേർഡിക്റ്റുമായി ബന്ധപ്പെട്ടായിരിക്കും. പക്ഷേ ഈ ഒരു കാര്യം, ഈ ഒരു റാങ്ക് ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതുപോലെ കോർട്ടിലൊക്കെ എത്തിയേക്കാം. കാരണം ഒരുപാട് ചാനലുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 1-2 ദിവസങ്ങളായി വാർത്തകൾ വരുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ പോകുമ്പോൾ മേ ബി റീനീറ്റ് പോകാണ്ടിരിക്കാം. അപ്പം അതിനകത്തൊക്കെ നമ്മൾ പ്രിപ്പയർ ആയിരിക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് റീനീറ്റ് വരുമ്പോൾ നമുക്ക് ചിലപ്പം പഠിക്കാൻ ടൈം കിട്ടിയില്ല, അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരാം. മേ ബി ഞാനിപ്പോഴും റീനീറ്റിലോട്ട് പോകുമെന്നോ ഞാൻ ഏതൊരു പക്ഷത്തും പിടിച്ചല്ല സംസാരിക്കുന്നത്. ജസ്റ്റിസ് ഫോർ നീറ്റ് ആസ്പിറൻസ് എന്ന് മാത്രമേ നമ്മൾ ഇവിടെ പറയുന്നുള്ളൂ. നീതി പുലരട്ടെ എല്ലാവർക്കും. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.